ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെല്ലറകളുടെ നാടായ പാലക്കാട് ജില്ലയിലാണ് ഇന്ന് ഞാനുള്ളത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് പച്ചപ്പ് കാണാൻ പറ്റും. നെൽകൃഷിയാണ്. അതുപോലെ തന്നെ എൻ്റെ മുൻപിലും നെൽകൃഷിയാണ്. നടുക്ക നാച്ചുറലായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ മത്സ്യകൃഷി വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം ഇവിടെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഈ ബാക്കിലെത്തും. ആ വെള്ളം തിരിച്ച് നമ്മൾ പോണ്ടിലെത്തും. പോണ്ടിൽ നിന്ന് വീണ്ടും നെൽകൃഷിയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു മത്സ്യകൃഷി രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ കർഷകന് മത്സ്യകൃഷി പരീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ 6 മാസം കൊണ്ട് നെട്ടറൊക്കെ 1 കിലോന് വരെ വിളവെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിലോപ്പി 3/4 കിലോ വരെയുള്ള തിലോപ്പിയും വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. എൻ്റെ കൂടെ നമ്മളെ കർഷകനുണ്ട്, നമ്മളെ അബ്ദുൽ ഖാദർ, ബാംഗ്ലൂർ എൻജിനീയറാണ്. അപ്പോൾ പുള്ളിയുടെ അനിയനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവരൊക്കെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു കൃഷി ഇവർ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തത്. ഭാവിയിൽ നല്ല വലിയ പ്രോജക്റ്റ് പ്ലാനിങ് ഒക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ പോരായ്മകൾ മാത്രമല്ല, ഈ കൃഷി രീതിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അത് അറിയിക്കുക. പുള്ളിക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ അബ്ദുൽ സമദ് കുറ്റു. വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞ മറ്റേ ഈ പറമ്പിക്കുളം ആളിയാർ കനാൽ ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. അത് ഡയറക്റ്റ് ഡാമിൽ നിന്ന് ഇത് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഓൾമോസ്റ്റ് വർഷത്തിൽ 10 മാസം വെള്ളം കിട്ടും. 10 മാസം വെള്ളം കിട്ടും. ഈ വെള്ളം എങ്ങനെയാണ് നമ്മൾ കൃഷി സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നത്? ഇത് നമ്മൾ ഇതിന് ഓൾറെഡി നെൽകൃഷിക്ക് വേണ്ടിയുള്ള ഓവുണ്ട്. ഇത് ഗ്രാവിറ്റി സിസ്റ്റം പ്രകാരം മുകളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഓരോരോ ഖണ്ഡങ്ങളായിട്ട് നിറഞ്ഞ് താഴേക്ക് വരും. ഇവിടെ ഇപ്പൊ നമ്മളെ നെല്ല് കൃഷി ചെയ്യുന്നല്ലേ? ഇവിടെയാണ് നെൽകൃഷി ഇപ്പൊ നമ്മള് മീൻ കൃഷി ചെയ്യുന്നത് ഇവിടെ സ്ഥലത്ത് അല്ലേ? നാച്ചുറൽ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളം വരും നമ്മുടെ ഫാമിലേക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഒരു എൻഡിലൂടെ എൻ്റർ ചെയ്തിട്ട് മറ്റേ എൻഡിലൂടെ അത് പുറത്തേക്ക് പോകും. നമ്മൾ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സിഗ്സാഗ് വഴി പൈപ്പ് ചാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻഡിൽ നിന്ന് ഒരു ചാനലിനകത്തേക്ക് വരും, മറ്റേ ചാനലിൽ നിന്ന് പുറത്തേക്ക് പോകും. അതുപോലെ ഫുൾ സിഗ്സാഗ് ഷേപ്പിലാക്കിയിട്ട് വെള്ളം സർക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട കനാലാട്ടത്. ഈ കനാലിൽ നിന്ന് ഇവിടെ സെൻട്രൽ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടേക്ക് നമ്മൾ ഫാം വരുന്നത്. അപ്പോൾ നിലവിലിവിടെ ഇത്തവണ ഇവർ ആദ്യ കൃഷി ഇറക്കിയതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇവർ നല്ല രീതിയിൽ വലിയ പ്രൊജക്റ്റ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൂറിസം പോലെയൊക്കെ പ്ലാനിങ്ങിലുണ്ട്. ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഓരോ പോണ്ടുകളായിട്ട് 1, 2, 3, 4, 5 നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇവിടെ അതിമനോഹരമായ കാഴ്ചയാണ്. കാരണം വെച്ചാൽ നെല്ല് ഇവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മുകൾ ഭാഗത്തൊക്കെ നെല്ലാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി സൂപ്പർ കാറ്റ്, നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന പോണ്ടല്ലേ? അതെ. ഏകദേശം ഇതിൻ്റെ സൈസ് എത്ര ഉണ്ടായിരിക്കും? ഇത് ശരിക്കും 10 മുതൽ 11 അടി വരെ വീതി, 80-85 അടി നീളം, ഡെപ്ത് അതുപോലെ 7 അടി ഡെപ്ത് ആവറേജ് ഉണ്ട്. ഏകദേശം ഒരാൾ പൊക്കത്തിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോണ്ടിലും ഞങ്ങൾ 2000 സീഡ് വെച്ചിട്ടുണ്ട്. ഓരോ പോണ്ടിലും 2000 സീഡ്. ഇവിടെ ഇപ്പോൾ ഇത് കൂടാതെ ഇപ്പോൾ ഈ കാണുന്ന 1, 2, 3, പിന്നെ 4, അപ്പുറത്ത് 5, 6, പിന്നെ ആ കോർണറിൽ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ഇതുപോലത്തെ 2 എണ്ണം ചേർന്നാലുള്ള ഒരെണ്ണം. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഏകദേശം ഇതേപോലത്തെ 8 പോണ്ടുകളുണ്ട്. അതെ, 8 പോണ്ടുകൾ. അതിലിപ്പോൾ ഈ ഒരു സ്ഥലം ഇപ്പോൾ എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാവും? ഈ കാണുന്നത് ഈ 6 കൂടിയ ഇത് ശരിക്കും 50 സെൻറ്റ് സ്ഥലമാണ്. ഓക്കെ. ഇത് 50, പിന്നെ അപ്പുറത്ത് 60. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ഒരു പോണ്ടിൽ ഇപ്പോൾ ഏകദേശം 2000 കുഞ്ഞുങ്ങളോ? 2000 കുഞ്ഞ്. ഇതിൽ ശരിക്കും ഞങ്ങൾ 1000 നട്ടറും പിന്നെ 1000 തിലേപ്പിയാണ് ഇട്ടിരുന്നത്. നട്ടർ പിന്നെ കുറേ പോയതിന് ശേഷം തിലേപ്പി വീണ്ടും കുറച്ചുകൂടെ കൂട്ടി ഇതിനകത്ത്. വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? വേറെ ഇല്ല. പിന്നെ കനാലിൽ നിന്ന് വന്ന ബ്രാൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരു 4-5 എണ്ണം അങ്ങനെ ഉണ്ടാവും. ഓക്കെ. നാടൻ മത്സ്യം. പിന്നെ ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സൈപ്രസ് ഇല്ലേ, അതൊരു 100 എണ്ണം കൂടെ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട്. അത് അധികം വലുപ്പം വെച്ചിട്ടില്ല, പക്ഷേ 1/2 കിലോന് താഴെ ഉണ്ടാവുള്ളൂ. ഓക്കെ. നിങ്ങൾ ആദ്യ ഇതല്ലേ കൃഷി? അതെ, ഇത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടപ്പാണ്. ഓക്കെ. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്തെങ്കിലും? ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം ഒന്ന്, ചെറുപ്പം മുതലേ മീനിനോട് ഒരു പ്രിയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ ഈ എന്താ പറയുക, കെമിക്കൽസ് ഉപയോഗിച്ച ഫിഷുകൾ വരുന്നത്, നല്ല ഫിഷൊന്നും കേരളത്തിലേക്ക് കിട്ടുന്നില്ല. പിന്നെ ഇന്നാളെ ഒരു 6 മാസം മുന്നേ 28 ടൺ ഫോർമാലിൻ യൂസ് ചെയ്ത് ഫിഷൊക്കെ വെച്ചപ്പോൾ നമുക്കൊരു ഫുഡ് സെക്യൂരിറ്റി ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ ഈ നമുക്ക് നെൽകൃഷിയേക്കാളും കുറച്ചുകൂടെ പ്രോഫിറ്റബിളാണ് ഇതെന്ന് തോന്നിയപ്പോൾ നമുക്ക് ട്രയൽ ആൻഡ് എറർ ബേസിസിലൊന്ന് തുടങ്ങി നോക്കാമെന്നുള്ള രീതിക്ക് തുടങ്ങിയതാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ കഴിഞ്ഞ
ഹാർവെസ്റ്റിങ്ങിന് ഏകദേശം 70-80 കിലോളം നമ്മൾ വിറ്റ്. എല്ലാവരും നല്ലൊരു റിപ്പോർട്ടാണ് പറഞ്ഞ് ഇപ്പോൾ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ അത് കേട്ടിട്ട് വാങ്ങിച്ച് അന്ന് എല്ലാവരും 2 കിലോ 3 കിലോ വാങ്ങിച്ചു പോയ ആൾക്കാർ ഇന്ന് 5 കിലോ വേണം പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നിരുന്നു. പലപ്പോഴും പറയാറുണ്ട് മത്സ്യം വളർത്തുന്നവരുടെ ബ്രാൻഡ് ഐഡന്റിറ്റി മീനിന്റെ ടേസ്റ്റിന്റെ മറ്റേ സാധാരണ ഇവിടെ കുളങ്ങളിലൊക്കെ കിട്ടുന്ന മീനിന് ഈ ചേറിൻ്റെ ഒരു ടേസ്റ്റ് വരും, എസ്പെഷ്യലി തിലേപ്പിയ ഫിഷിനൊക്കെ. ഇതിന് അങ്ങനത്തെ യാതൊരുവിധ സ്മെല്ലും ഇല്ല. പിന്നെ നല്ല പ്യുവർ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിരുന്നു. ഇനിയും നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ 5 കിലോയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നും ഓർഡർ തന്നിരുന്നു. പക്ഷേ വെള്ളം കൂടിയതുകൊണ്ട് നമുക്കിതിന് കോരിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വിളവെടുപ്പിനുള്ള സമയമൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ മീൻ ഇപ്പം കിട്ടും. ഏത് ദിവസം വന്നു കഴിഞ്ഞാൽ മീൻ പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ തീറ്റ നിങ്ങൾ എന്താ കൊടുക്കുന്നത്? പെല്ലറ്റ്സ് തന്നെയാണ്. ഗ്രോവൽ, അതുപോലെ ഗോദ്രേജിൻ്റെ പെല്ലറ്റ്സ്. പിന്നെ SKS ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് ഇത് മീനിന് ടേസ്റ്റ് ഇഷ്ടമായില്ലാവുന്നു, അധികം തിന്നില്ല. ഇത്രയും ഫാസ്റ്റായിട്ട് തിന്നില്ല. കാരണം ഇതിപ്പോൾ ശരിക്കും നമുക്ക് 2 ദിവസത്തേക്ക് ഒരു ബാഗ് വേണ്ടി വരും. ഒരു ബാഗ് നമ്മൾ 1600 രൂപയാണ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത്, 40 കിലോൻ്റെ ബാഗ്. അതാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സർക്കാർ ഫിഷറീസിലോ അല്ലെങ്കിൽ കൃഷിഭവനിലോ എന്തെങ്കിലും സമീപിച്ചിരുന്നു. അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു ഇങ്ങനെ ചാനൽ കൃഷിക്ക് സബ്സിഡി തരാൻ സ്കീമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് കിട്ടിയില്ല, അവർ പെൻഡിങ് വെച്ചു. നിങ്ങൾ ഫുൾ വലുതാക്കിയിട്ട് ഒരു കുളമാക്കും, അപ്പോൾ ഞങ്ങൾ സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ അത് സ്റ്റോപ്പിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചാനൽ കൃഷി പ്രൊമോഷൻ ചെയ്യാൻ അവർക്ക് റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു ബേസിക്കലി. ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ മീൻ കുഞ്ഞുങ്ങൾ എത്ര നിക്ഷേപിച്ചത്? ഇതിൽ 20,000 കുഞ്ഞുങ്ങൾ. എവിടുന്ന കുഞ്ഞുങ്ങളെ ഇറക്കിയത്? ബംഗാളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇറക്കി? ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഇപ്പോൾ നിങ്ങൾ? ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് അവരെ വിളിച്ച് സംസാരിച്ചു. പിന്നെ റേറ്റ് സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് നിയറസ്റ്റ് എയർപോർട്ട് കോയമ്പത്തൂരാന്ന് പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂരേക്ക് അവർ സപ്ലൈ ചെയ്യണം. പിന്നെ അവിടെ പോയി എടുത്തിട്ട് എടുത്തുണ്ട്. ഓക്കെ. എങ്ങനെ ഇതിൻ്റെ ക്ലാസ്സുകളും പരിചയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന സമയത്ത്? വെറുതെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ കുറേ റീഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ പേജ് ഉണ്ട്, അതുപോലെ ഗൂഗിളിലും കുറേ പഠിച്ചു. പിന്നെ അതന്നെ, പിന്നെ നിങ്ങളുടെ കുറേ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ക്ലാസ്സൊക്കെ ഒരു ബേസിക്സ് ആക്കി എടുത്തിട്ട് ഓരോന്നും ടെസ്റ്റ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ ഇതിലെനിക്ക് നല്ല സക്സസ് ആയിട്ട് തോന്നുന്നു. മെയിൻ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 6 മാസം കൊണ്ട് 1 കിലോ എന്നുള്ള സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞേ, പിടിച്ച സമയത്ത് നല്ല തൂക്കം വരുന്ന മീനുകൾ കിട്ടി. 3 എണ്ണം 1 കിലോ സൈസ് വന്നു. നമ്മൾ ഈ ഫാമിൽ കൊടുക്കുന്ന തീറ്റ ഗോദ്രേജിൻ്റെ കേട്ടോ. ഇതിപ്പോൾ 4 mm സൈസ് ആയിട്ടുണ്ടല്ലേ. ഇതിൻ്റെ പ്രോട്ടീൻ വരുന്നത് ഇവിടെ 24% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ ഈ സംഭവം ഈ തീറ്റ കൊടുക്കുമ്പോൾ ഇപ്പോൾ ശരാശരി ഇത്രയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ കണക്ക് എങ്ങനെ ഒരു ദിവസം എത്ര വേണ്ടി വരും? ഞങ്ങൾക്ക് അതിന്റെ മാത്തമാറ്റിക്കലി കണക്കറിയില്ല. പക്ഷെ ഏകദേശം ഒരു ബാഗ് 2 ദിവസം കൊണ്ട് തീരുന്നുണ്ട്. ഒരു ബാഗ് 2 ദിവസം 40 കിലോ. അപ്പൊ ഈ ഒരു ചാക്ക് എത്ര തൂക്കം ഉണ്ടായിരിക്കും? 40 കിലോന്റെ ബാഗാണ് ഈ വരുന്നത്. ഞങ്ങൾ ഏകദേശം 2 ദിവസത്തേക്ക് ഒരു ബാഗ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അതും ഈ 40 കിലോന്റെ ചാക്കിന് ഏകദേശം എത്ര രൂപ വരുന്നുണ്ട്? 1600 രൂപ റീറ്റെയിലല്ല. അതായത് 1600 രൂപയുടെ തീറ്റ 2 ദിവസം. 1600 ഫ്രണ്ട്സ്, 1600 രൂപയുടെ തീറ്റയാണ് 2 ദിവസം ഈ ഒരു ഫാമിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അത്രയും മീൻ കുഞ്ഞുങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഡക്ക് വീട് അത് നമ്മൾ ഈ നാച്ചുറൽ കനാലിൽ നിന്ന് വരുത്തുന്നതാണ്. ഇതാണ് മീൻ. ഓക്കെ. ഇവിടെ ഡക്ക് വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അസോള പോലുള്ള മറ്റൊരു ഫീഡാണിത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. തിലേപ്പിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ. നമ്മളെ കാർപ്പ് മത്സ്യങ്ങൾ അതുപോലെ തിലോപ്പിയൊക്കെ ഈ ഒരു ഫീഡ് നല്ല രീതിയിൽ തീറ്റ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്നത് ഇവിടെ നിന്നല്ലേ? ഇതിൻ്റെ മുകളിൽ വയലുണ്ട്. ഈ വയലിൽ അവിടെ വെള്ളം നിറച്ചിട്ട് വരുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് വരുന്നത് ഈ കനാലിൽ വരും. ഓക്കെ. അപ്പോൾ ഈ വയലിലേക്ക് ഇപ്പോൾ വെള്ളം വരുന്നത് മെയിൻ പറമ്പിക്കുളം ആളിയാർ ആ കനാൽ. ഓക്കെ. അവിടെ തൊട്ടപ്പുറത്ത് അതിലൂടെ ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ അതുവഴി പറമ്പിക്കുളം ആളിയാർ ഡാം പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൽ നിന്ന് വെള്ളം
ഇതിലേക്ക് വരും. ഇതിലേക്ക് കയറും, ഇതിൽ നിന്ന് ഇതിലേക്ക് വരും. ഓക്കെ, കുറച്ച് ഹയർ ലെവലായതുകൊണ്ട് ഇതിന്റെ താഴേക്ക് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അത് ഇങ്ങോട്ട് ആ വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യും. എന്നിട്ട് ഇതിൽ നമ്മൾ ഗ്രോ ചെയ്യിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് മൊത്തം ഒരു വല കൊണ്ട് കൂരിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. ഓക്കെ. ഈ വെള്ളം ഇതിലേക്ക് പാസ് ചെയ്യില്ലേ? അവിടെയാണ് മെയിൻ കനാൽ. ഓക്കെ, ഓക്കെ. നമ്മൾ ഇങ്ങോട്ടേക്ക് ഹൈറ്റ് വിട്ടിട്ട് വെള്ളം കയറ്റും ഇങ്ങോട്ട്. അവിടുന്ന് ആ വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് നമ്മൾ പോണ്ടിലേക്ക് വരും. പിന്നെ ഇത് ഇവിടുന്ന് തിരിച്ച് അപ്പുറത്തുള്ള നെല്ലിലേക്ക് മറിച്ച് വിടല്ലേ? ഇത് നിറഞ്ഞതിന് ശേഷം ഇതിനകത്തുനിന്ന് അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഓക്കെ, അതിലൂടെ നെൽവയലിലേക്ക് ഈ വെള്ളം പോകും. അപ്പോൾ വെള്ളത്തിന് എപ്പോഴും ഒരു ഓളം ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ തെളിഞ്ഞ വെള്ളവും ഒരു ഇത് പാടയും ഒന്നും ഇല്ലാതെ പ്യൂറായിട്ട് നിൽക്കും. ഇക്ക, പിന്നെ നമ്മളിപ്പോൾ ഈ ഇത്രയും എക്സ്പെൻസീവായിട്ട് ഫീഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത്? ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എക്സ്പെൻസീവ് എന്ന് പറയാം, എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത്രയും നമ്പർ ഓഫ് ഫിഷ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ KG എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ. അതായത് ഇപ്പോൾ 20,000 ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഫിഷ് 1 kg എങ്കിലും ആവറേജ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഡെത്തൊന്നും സംഭവിച്ചിട്ടില്ല, ഫിഷ് നഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ഫിഷ് ഇട്ടതിന് ശേഷം നിങ്ങൾ മീനുകൾ ചാകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല? ഇല്ല. പക്ഷെ ആ ഒരു വെള്ളം കയറി വന്ന സാഹചര്യം, മഴ കയറി വന്ന് പോയി. അപ്പോൾ അന്നേരം ഏകദേശം പകുതിയിൽ കൂടുതൽ പോയി. പിന്നെയും ഞങ്ങൾ ശരിക്കും ഫീഡ് ഇട്ടപ്പോൾ ഇതിൽ മീൻ ഉള്ളതായിട്ട് കണ്ടു. അങ്ങനെ ഫീഡ് കൂടുതൽ തിന്നുന്ന കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ നല്ലോണം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഫീഡ് തിന്നാതെ ബാക്കിയാവില്ല, എത്ര ഇട്ട് കൊടുത്താലും തിന്നും. അപ്പോൾ നമ്മളത് ഏകദേശം അതിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഫീഡ് നിർത്തും. ഇപ്പോൾ രാവിലെയും വൈകുന്നേരം, രാവിലെ ഒരു 8 മണിക്ക്, വൈകുന്നേരം ഒരു 5 മണിക്കാണ് ഫീഡിങ്. 2 സമയത്താണ് ഫീഡ് കൊടുക്കുന്നത്. ഇനി രാവിലെ നമ്മൾ ഫീഡ് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഡക്ക് ഫീഡൊക്കെ കോരി അതിനകത്തേക്ക് ഇട്ടിട്ട് ചില സമയത്ത് പുല്ലരിഞ്ഞിട്ട് ഇടും. ആ പുല്ലും തിന്നാറുണ്ട്. ഇപ്പോൾ റിസൾട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ട്. റിസൾട്ട് വെച്ചാൽ ടേസ്റ്റിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറും 80 കിലോവേ പിടിക്കാൻ പറ്റില്ല. അത് വെള്ളം കൂടുതലുള്ളത് കൊണ്ടാണ് പിടിക്കാൻ പറ്റാതായത്. പിന്നെ പിടിച്ചതും കൊണ്ടുപോയവരും കഴിച്ചവരും തന്നെയാണ് ഇന്ന് കൂടുതൽ ഡിമാൻഡായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും വേണമെന്നുള്ള കൺസിഡറേഷൻ. ഈ ചിലർ കൈത്തീറ്റകളായിട്ട് ഈ കോഴി വേസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള സംഭവം കൊടുക്കില്ല, അത്തരത്തിലുള്ള പരീക്ഷണം ഇവിടെ തൊട്ട് ഫുൾ നെൽകൃഷിയും ആയാലും പിന്നെ അവിടെ നേരെ ആൾക്കാർ കുളിക്കുന്നൊക്കെ സ്ഥലമാണ്. ഓക്കെ, തൊട്ടപ്പുറത്ത് നമ്മൾ ആ കനാലിൽ കുളിക്കണ കാര്യം മറ്റു കൃഷിക്കാരും സമ്മതിക്കില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ അത്തരത്തിലൂടെ നമുക്കത് അങ്ങനത്തെ ഒരു സംവിധാനം ആരും ഇല്ല ഇവിടെ. പോയി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ അങ്ങനത്തെ സപ്പോർട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഒരു എന്താണ് ഗ്രോവലോ അല്ലെങ്കിൽ ഗോദ്രേജോ ഈ 2 കമ്പനിയുടെ തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഈ പാലക്കാട് ഈ ഏരിയയുടെ ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഫാമിലെ കോൺടാക്ട് ചെയ്യേണ്ട കർഷകൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ വിളിക്കാം, ഈ ഫാം വന്ന് സന്ദർശിക്കാം. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റുള്ള നല്ല ഫിഷ് തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട്, ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാലക്കാട് ഏരിയയിലൊക്കെ വരുന്നവർ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചൂണ്ടിട്ട് വന്ന് മീൻ പിടിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഇവിടുത്തെ പാലക്കാട്ടത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല നെല്ലൊക്കെ നല്ല ചുറ്റും നെൽകൃഷിയാണ്. അതിൻ്റെ നടുക്കാണ് ഈ ഒരു മത്സ്യകൃഷി ഉള്ളത്. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം സമയം നന്നായിട്ട് നമുക്ക് ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാറ്റാണ്, നല്ല കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 മണിയാണ്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ വെയിലൊന്നും കറക്റ്റ് ഫീൽ ചെയ്യുന്നില്ല കാറ്റുകൊണ്ട്. അടിപൊളി ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ മീൻ വേണമെന്നുണ്ടെങ്കിൽ കോരിയിട്ടോ എങ്ങനെ വേണമെങ്കിലും മീൻ തരും. നല്ല രീതിയിൽ നല്ല സെറ്റപ്പിൽ വളർത്തുന്നത് തന്നെയാണ്. ഇവിടെ കൈത്തീറ്റകളോ മറ്റൊന്നും സംഭവം ഇവിടെ ഇല്ല. നമുക്കിവിടെ വന്ന് ഈ ലൊക്കേഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം ചുറ്റുഭാഗം നെൽകൃഷിയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ആളുകൾ കുളിക്കുന്ന കനാലും കാര്യങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള കോഴി വേസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യുന്നുമില്ല. ഇവിടെ നിങ്ങൾ കണ്ടില്ല, അതുപോലുള്ള തീറ്റകൾ കൊടുത്ത് മാത്രം വളർത്തുന്നത്. നമ്മൾ വരാലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാനും കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനൊക്കെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ മുൻകൂട്ടി പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ നല്ല അടിപൊളി വരാൽ ഇതിലുണ്ട്. അടുത്ത ജൂൺ ജൂലൈയിലൊക്കെ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എങ്ങനെ വരാൽ കൃഷിയായിട്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കിയതാണോ എങ്ങനെ കളക്ട് ചെയ്തത്? ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഈ കനാൽ വെള്ളത്തിൽ വന്നാണ്. ഓക്കെ. അതിൽ ശരിക്കും ഒരു 10-15 ആദ്യം വന്നു. അപ്പോൾ ഈ മഴ വരുന്നതിന് മുന്നായിരുന്നു. ഓക്കെ. അപ്പോൾ അതിലൊരു 5-6 വിരിച്ചിട്ട് എല്ലാം ഒരു ഓരോന്നിനും 150-200 കുഞ്ഞോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ചെറുതായിട്ട് അന്ന് ഈ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നില്ല, ആ ഫീഡ് കുറച്ചിട്ട് കൊടുത്ത്. അപ്പോൾ
ഏകദേശം ആ ചുവന്ന കളറ് മാറി ബ്ലാക്ക് ആവുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രളയം വന്ന് എല്ലാം പോയി. അപ്പോൾ തുടക്കത്തിൽ ഇവിടെ ഫസ്റ്റ് വന്ന മീൻ വരാലിനെ നിങ്ങളിവിടെ പിടിച്ച് നിർത്തിയിട്ട് അത് ബ്രീഡ് ചെയ്തിരുന്നു. അതായത് ഏകദേശം ഒരു 4-5 ബ്രീഡ് ചെയ്തിരുന്നു. ഒരു 10,000-2000 കുഞ്ഞോളം കണ്ടിരുന്നു. ഇങ്ങനെ ഓരോരോ ഭാഗത്ത്, ഇവിടെ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം, അങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രളയം വന്നത് കുറെ പോയി. അപ്പൊ നമ്മളെല്ലാം പോയി പിന്നെ അതിന് ശേഷം വിചാരിച്ച് പിന്നെ ഇപ്പോൾ കുറച്ചിപ്പോൾ ഒരു 3 മാസം മുന്നേ എല്ലാം കുറെ കൂടെ കണ്ടു. അതായത് ഒരു 10-20 കൂടുതൽ ചെറിയ ചെറിയ സൈസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വേറൊരു കുളത്തുനിന്ന് പോയിട്ട് ജീവനോടുകൂടി പിടിച്ചത് ഒരു 4 കിലോളം വാങ്ങിച്ചു. എല്ലാം കൂടി ഒരു 39 ബ്രാല്, ഏകദേശം ഒരു 1/4 kg, 300 gram, 400 gram സൈസ് വന്നു കൂടിയതല്ലാതെ പുറത്ത് നിങ്ങൾ കുറച്ച് കളക്ട് ചെയ്തിരുന്നു. പിന്നെ അതിന് ഫീഡായിട്ട് ഈ ഗപ്പീസ് ഉണ്ടല്ലോ, ചെറുതാ വൈറ്റ് ഡോട്ടുള്ള ഗപ്പീസ് അതുണ്ട്. പിന്നെ തിലേപ്പിയ, നാച്ചുറൽ പോണ്ടിൽ വരുന്ന തിലേപ്പിയ പെട്ടെന്ന് ബ്രീഡ് ആവും. അതും ഇതിനകത്ത് ഒരു 5-6 കിലോ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുഞ്ഞ് ഇതിന് ഭക്ഷണമാവും എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഡാമിൽ നിന്ന് വരുന്ന മീൻ, പരൽമീൻ കുഞ്ഞുങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഇതുണ്ട്, അത് ഫുൾ വരും. ഇവിടെ നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട്, അകത്തേക്ക് പോകും, പക്ഷെ തിരിച്ചു കയറാൻ പറ്റില്ല. നെൽകൃഷി പാടത്ത് കൂടി ഇങ്ങനെ അവിടെ പുറത്തേക്ക് പോകാതിരിക്കാൻ അവിടെയും വല വെച്ച് അടച്ചു. വെള്ളം മാത്രം അകത്തേക്ക് കയറും, പുറത്തേക്ക് പോവുള്ളൂ. മീനുകൾക്കൊന്നും പോകാൻ പറ്റില്ല, വലയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഈ കുളം, നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കുളത്തിലൊക്കെ നല്ല ഇതിലുണ്ടല്ലേ. ഇതൊക്കെ ഇതേമാതിരി നാച്ചുറലായിട്ട് വന്നു കൂടിയുള്ള സംഭവം. ഇന്ന് അന്നൊരു ദിവസം രാത്രി ഇവിടുന്ന് പുറത്ത് ചാടിയിട്ട് ഇവിടുന്ന് ഇതുപോലെ ഈ വെള്ളത്തിൽ ഉണ്ടായിരുന്നു, പിടിച്ച് അതും ഇതിനകത്തേക്ക് തന്നെ ഇട്ടു. അപ്പോൾ ഈ ഒരു വരാൽ കൃഷി നല്ലൊരു വരുമാന മാർഗ്ഗമാണെന്ന് കണ്ടിട്ട് ഈ 2 പോണ്ട് ഇതിനു വേണ്ടി മാത്രം മാറ്റിയിട്ടല്ലേ? ഓക്കെ. കാരണം നമ്മുടെ നാടൻ മത്സ്യങ്ങൾക്ക് എപ്പോഴും ഒരു ഡിമാൻഡും കാര്യങ്ങളും. അതുപോലെ ചാനൽ എക്സ്റ്റൻഷൻ ഉണ്ട്, 3 ആണല്ലേ? ഓക്കെ. പിന്നെ നമ്മളിത് വൃത്തിയാക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് പോകും എന്നുള്ള ഇഷ്യൂ കൊണ്ടാണ് ആ മുള്ളൊക്കെ അങ്ങനെ തന്നെ. ഓക്കെ. കുഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ മുട്ടിമാമ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വീഡിയോ ആണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇവിടെ അടിപൊളി കാഴ്ചകളും നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ കർഷകനെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നേരിട്ട് വിളിക്കാം. ഈ പ്രദേശത്ത് ഈ പരിസരത്തുള്ളവർക്ക് മത്സ്യം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിളവെടുപ്പിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് മത്സ്യങ്ങളൊക്കെ. അപ്പോൾ ശുദ്ധമായിട്ടുള്ള നല്ല നാച്ചുറലായിട്ടുള്ള ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് മീൻ പിടിക്കാവുന്നതാണ്. ചൂണ്ടിട്ട് പിടിക്കാം, അല്ലെങ്കിൽ ഇവരിവിടുന്ന് പിടിച്ചു തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് ചെയ്യാം, അവരെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.